മാംഗല്യം. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. അരി മേന്ത നിച്ചിട്ടല്ല നോ മേന്ത നാ പോവൂല അരി. കാറിക്കൂവി കരയുന്ന പെണ്ണിന്റെ ബഹളം കേട്ടാണ് മാഷ് പറമ്പിൽ നിന്നും ഓടി മുറിയിലേക്ക് ചെല്ലുന്നത്. എന്താ ഹരി, എന്തുപറ്റി? ഇതുവരെ പറ്റിയില്ല, പക്ഷെ ഈ പോക്കാ പോകുന്നെങ്കിൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ പറ്റും. പെണ്ണിനെ അടക്കി പിടിച്ച് അലമാരിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നവനെ കണ്ടതും മാഷ് കാര്യം മനസ്സിലാവാതെ കണ്ണു തള്ളി. എടാ കുഞ്ഞിനെ നീ എന്തിനാ കരയിക്കുന്നേ? ചോദിക്കുന്നതിനൊപ്പം അവൻ അടക്കി പിടിച്ച കുഞ്ഞിനെ എടുക്കാൻ പോയതും അദ്ദേഹത്തെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ കുഞ്ഞിനെ കൊടുക്കാതെ നേരെ കട്ടിലിലേക്ക് കൊണ്ടുവന്നിരുത്തി ഫ്രോക്ക് ഇടാൻ തുടങ്ങി. ഹരി, എടാ കുഞ്ഞിനെ കരയിക്കാതെടാ. ഇത് കരച്ചിലല്ല, നല്ല തല്ലുകൊള്ളേണ്ട കള്ളത്തരമാ. ഇത്തിരി മുന്നേ വരെ അച്ഛന്റെ കൊച്ചുമോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ന്യൂഡിൽസിൽ നിന്ന് ആ മരംകേറിയുടെ പിന്നാലെ ചാടി എന്തായിരുന്നു ബഹളം. പറയുമ്പോൾ കരയുന്ന പെണ്ണിനെയും വേറെ ഒരുത്തിയും മനസ്സിൽ നന്നായി സ്മരിച്ചു ആ നിമിഷം അവൻ. എന്നിട്ടിപ്പോ പിന്നെ കരയുന്ന എന്തിനാ? മാഷിനപ്പോഴും കാര്യമൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഓ, വേറെ എന്തിന്, അവിടെ ചെന്ന് അംഗനവാടി പോകണമെന്ന് പറഞ്ഞതിനാണ് ഈ കാണുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ. ഹരി അത് പറഞ്ഞതും അത്രയും നേരമുണ്ടായിരുന്ന ടെൻഷൻ മാറി മാഷിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. മുത്തശ്ശ പ്ലീസ് എന്നെ രക്ഷിച്ച്, നാ അംഗവാടി പോന്താ നിച്ചി ഇട്ടല്ല. കാറിക്കൂവി കയ്യും തന്റെ നേരെ നീട്ടി വലിയ വായില് നിലവിളിക്കുന്ന കൊച്ചുമോളെ കാണെ അദ്ദേഹത്തിന് പിന്നെയും സങ്കടമായി. കുഞ്ഞിനെ ഇങ്ങനെ കരയിച്ച് എവിടെയും കൊണ്ടുപോണ്ടാടാ. ഓ നല്ലത്, അപ്പൊ എന്റെ ആ കൊച്ചിനെ പഠിപ്പിക്കാൻ വിടണ്ടെന്നാണോ അച്ഛൻ ഈ പറഞ്ഞു വരുന്നത്? എടാ അങ്ങനെയല്ല, ഇങ്ങനെ കരയിച്ചുകൊണ്ട് പോയിട്ട് വേണ്ട. നീ ഒരു കാര്യം ചെയ്, ഇന്ന് വിടണ്ട. നാളെ ഞാൻ കുഞ്ഞിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെ പറ്റിയൊക്കെ അവൾക്ക് കാര്യമായി പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് സമാധാനപ്പെടിയിച്ച് അവളെ വിടാം. എന്തോന്നാ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത? അതായത് പഠിക്കണം, പഠിച്ചാൽ വലുതാവും, വലുതായാൽ ജോലി കിട്ടും, ജോലി കിട്ടിയാലേ കിൻഡർ ജോയ് വാങ്ങാൻ പറ്റൂ. ആഹാ അന്തസ്. കരയുന്നതിനിടയ്ക്കും കിൻഡർ ജോയ് വാങ്ങിക്കണം എന്ന് പറയുന്ന ആ മനസ്സ്. അച്ഛൻ ഇത് കാണാതെ പോകരുത് കേട്ടോ. ഇനിയിപ്പോ എന്തു പറയും എന്ന് ആലോചിച്ച് നിൽക്കുന്ന മാഷിനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കുഞ്ഞിനെ ഡ്രസ്സ് ഇടിയിച്ചവൻ കൊമ്പ് കെട്ടാൻ പോയതും അവള് ആ കയ്യിലെ ചീപ്പ് ഒരൊറ്റ തട്ടിന് തെറിപ്പിച്ചു. പൂവേ, ഹരി ദേഷ്യത്തിൽ വിളിച്ചതും മാഷ് ഓടിപ്പോയി കുഞ്ഞിനെ വട്ടം പിടിച്ചു. നീ ഇവിടെ കിടന്ന് തുള്ളണ്ട, നിനക്കും പോകണ്ടേ സ്കൂളിൽ? നീ പോയി ഡ്രസ്സ് ചെയ്തോ, കുഞ്ഞിനെ ഞാൻ ഒരുക്കിക്കൊണ്ട് വന്നോളാം. ഇനിയും അവൻ അവിടെ നിന്നാൽ അവന്റെ പോക്കോ കുഞ്ഞിന്റെ കരച്ചിലോ നിൽക്കില്ല എന്ന് തോന്നി മാഷ് പറഞ്ഞതും ഇഷ്ടമില്ലെങ്കിലും അടുത്തൊരു വഴക്ക് വയ്യാത്തതുകൊണ്ട് അവൻ രണ്ടുപേരെയും ദഹിപ്പിച്ചു നോക്കി മുറിയിൽ നിന്നും ഇറങ്ങി. നിച്ചു പോണ്ടാ മുത്തശ്ശ. കുഞ്ഞു പെണ്ണ് പിന്നെയും വട്ടം ചുറ്റിപ്പിടിച്ച് കരയാൻ തുടങ്ങിയതും മാഷ് അവളെ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് മോളുടെ മുടി ചീകി ഒതുക്കി ഒരു ബോയും വെച്ച് പുറത്തിറങ്ങി. അപ്പോഴേക്കും ഹരിയും ഒരുങ്ങി വന്നിരുന്നു. ഞാൻ പോകും വഴി ഇവളെ അവിടെ ആക്കിയേക്കാം. അച്ഛൻ ഒരു 3 മണിയാകുമ്പോഴേക്കും ചെന്ന് വിളിച്ചാൽ മതി. 3 മണിയോ? പെണ്ണപ്പോഴേക്കും അവന്റെ 3 മണിയിൽ കയറി പിടിച്ചു. കരയല്ലേ പൊന്നെ, ഈ 3 മണിന്ന് വെച്ചാൽ 1 2 3 കഴിഞ്ഞു. അപ്പൂപ്പന്റെ കുഞ്ഞുമണി നോക്കിക്കേ. കുഞ്ഞിപ്പെണ്ണ് പെട്ടെന്ന് സ്വന്തം കയ്യിൽ നോക്കി 1 2 3 പറഞ്ഞതും അത് പെട്ടെന്നങ്ങ് തീർന്നു. അതോടെ ആ മുഖത്തുണ്ടായിരുന്ന കരച്ചിൽ ഒരൽപ്പം മാറി ചെറിയൊരു ചിരിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹരി രണ്ടിനെ നോക്കിക്കൊണ്ട് തലയാട്ടി പുറത്തേക്കിറങ്ങി. നാരായണ, അവിടെ ചെന്ന് 10 മണി മുതലാണ് ഈ 3 മണി വരെ എന്നറിയുമ്പോൾ പെണ്ണുണ്ടാക്കാൻ പോകുന്ന കോലാഹലങ്ങൾ ആലോചിച്ചിട്ട് മനുഷ്യന്റെ മനസമാധാനം ഇപ്പോഴേ നശിക്കുവാണല്ലോ മഹാദേവ. ആത്മതത്തിന്റെ ശബ്ദം അല്പം പോലും ഉയരാതെ ചുണ്ടിൽ കടിച്ചു പിടിച്ചുകൊണ്ട് മോളെയും എടുത്ത് പുറത്തേക്കിറങ്ങുന്ന മാഷ് കാണുന്നത് ഒരു കുട്ടിക്കലം വീർപ്പിച്ച പോലെ കയ്യിൽ ഒരു ബാഗുമായി നിൽക്കുന്ന രണ്ടാമത്തവളെയാണ്. ഇവളെന്താ ഇവിടെ? കാറിൽ കയറാൻ പോകുന്നവനോട് അത്ഭുതത്തിൽ ചോദിച്ചുകൊണ്ട് മാഷ് അവളെയും ഹരിയെയും മാറി മാറി നോക്കി. അച്ഛന്റെ കയ്യിൽ കാണുന്ന സാധനത്തിനെ പോലെ അടിച്ചു തല്ലി കോളേജിൽ പറഞ്ഞു വിടുക. പറയുമ്പോൾ ആവോളം പുച്ഛം അവന്റെ സംസാരത്തിലും അവളെ നോക്കിയ നോട്ടത്തിലും മുഴച്ചു നിന്നു. മോൾക്കും ഇന്ന് പോണമായിരുന്നോ? അതെന്താ, ഇവൾക്ക് പഠിക്കാനും കോളേജിലും ഒന്ന് പോകണ്ടേ? അതോ എന്നും ഇവിടെ നൂഡിൽസും കഴിച്ച് കൊച്ചിന്റെ പിറകെ ഓടിച്ചാടി നടന്നാൽ മതിയോ? അച്ഛന്റെ ചോദ്യത്തിന് ചാടിക്കടിച്ചുള്ള മറുപടി ഹരിയിൽ നിന്നായിരുന്നു. എടാ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അച്ഛനും അച്ഛന്റെ കൊച്ചുമോളും കൊച്ചുമോളുടെ പുതിയ വാലുമൊന്നും കൂടുതൽ ഉദ്ദേശിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കുറെ എണ്ണം നടക്കുകയാണിങ്ങനെ.
അവൻ അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കി. ഇതിപ്പോ അവരെ രണ്ടുപേരെയും വഴക്ക് പറയുന്നത് മനസ്സിലാക്കാം. കൂട്ടത്തിൽ തന്നെ കൂടി എന്തിനാ പെടുത്തിയിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ മാഷ് അവനെ ഒന്ന് നോക്കിയതും ഇവിടെ ഒരുത്തി അവനെ അരച്ചു കലക്കി കൊടുത്താൽ കുടിക്കും എന്ന രീതിയിൽ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ആ നേരം. വാമന, ആൾക്കാരെ ചവിട്ടി താഴ്ത്താൻ ഇങ്ങർക്ക് ഒരു പിടി മണ്ണുപോലും വേണ്ട. ദുഷ്ട പിശാശ്. നിങ്ങള് അവളെ വിളിച്ചോ തള്ളേ? ദിവസങ്ങൾക്കിപ്പുറം ഇന്ദ്രൻ ഫോൺ എടുത്തതും ആദ്യം ചോദിച്ചത് അതാണ്. അത് കേട്ടപാടെ ശാരദയുടെ മുഖം ഇരുണ്ടു. ഇതിലിപ്പോൾ എന്തു മറുപടി കൊടുത്താലും അവന്റെ വായിലിരിക്കുന്ന നല്ലതൊക്കെ താൻ കേൾക്കേണ്ടി വരും. നാശം പിടിച്ച ഒരുത്തി കാരണം മോൻ ഇപ്പോൾ സ്ഥിരം തന്നോട് വഴക്കാണ്. അവർക്ക് മണിക്കുട്ടിയോട് പിന്നെയും കലശലായ ദേഷ്യമായി. എന്താ, നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയോ? ചോദിച്ചതിന് മറുപടി ഇല്ലേ തള്ളേ? എന്റെ പൊന്നു മോനെ, നീ ഇങ്ങനെ അമ്മയോട് ദേഷ്യപ്പെടല്ലേ. എത്ര ദിവസം കൂടിയാ നീ എന്റെ ഫോൺ എടുക്കുന്നത് തന്നെ. അപ്പൊ തന്നെ ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞ് നീ ഇങ്ങനെ മുഷിയാൻ നിന്നാൽ. അവരുടെ മനസ്സിലുള്ള സങ്കടം അതുപോലെ അവര് അവനോട് പറഞ്ഞു. നിങ്ങൾക്ക് എന്റെ വായിലിരിക്കുന്ന വർത്തമാനം മാത്രം കേട്ടാൽ മതി. പക്ഷെ എനിക്ക് അജിതിനെ ഓർക്കുമ്പോൾ ഉള്ളംകാലം മുതൽ നിന്ന് വിറയ്ക്കുകയാണ്. അറിയാമല്ലോ അവന്റെ സ്വഭാവം. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, അല്ലെങ്കിൽ കുത്തിക്കൊല്ലാൻ കത്തി നമ്മളെ കൊണ്ട് തന്നെ വാങ്ങിച്ചു കൊല്ലാൻ അവനൊരു മടിയുമില്ല. പറയുന്നതിനൊപ്പം തന്നെ ഗ്ലാസ്സിലുണ്ടായിരുന്ന ചുവന്ന ദ്രാവകം അതുപോലെ അവൻ വായിലേക്ക് കമിഴ്ത്തി. എനിക്കറിയാം മോനെ, പക്ഷെ എന്റെ ഫോൺ എന്തോ ആ പെണ്ണ് എടുക്കുന്നില്ല. അവര് അരിശം പൂണ്ട് നിന്ന് പറഞ്ഞു. അവൾ എടുക്കുന്നില്ലെങ്കിൽ അവളുടെ രണ്ടാനച്ഛനും രണ്ടാനമ്മയും അവിടെ ഉണ്ടല്ലോ, അവരെ വിളിച്ചു നോക്കണം. എല്ലാവരെയും വിളിച്ചു മോനെ, എടുക്കണ്ടേ? ഇനിയിപ്പോ നേരിട്ട് പോയി കാണുകയേ വഴിയുള്ളൂ. നിങ്ങൾ നേരിട്ട് പോവുകയോ പറന്നു പോവുകയോ അതൊന്നും എന്റെ പ്രശ്നമല്ല. വരുന്ന 15-ാം തീയതി അവൻ നാട്ടിലെത്തും. മിക്കവാറും അന്ന് തന്നെ അവന്റെ തള്ളയും കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണം ഉറപ്പിക്കാനാണ് പദ്ധതി. അങ്ങനെയൊക്കെയാണ് അവന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവൻ വരുമ്പോൾ അവള് വീട്ടിലുണ്ടാവുകയും വേണം, കല്യാണത്തിന് സമ്മതിക്കുകയും വേണം. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അവൻ അവിടെ ഇരുന്ന് തുള്ളി തീർത്താൽ മതിയല്ലോ. ആ പെണ്ണിന്റെ മൂക്കും മോന്തയും വർത്തമാനവും ഒക്കെ ഞാനല്ലേ കേൾക്കേണ്ടത്. ഇതിപ്പോ ഇവിടെ നിന്നിറങ്ങാൻ ഇനിയും ഒരാഴ്ച ബാക്കിയാ. ഹാ, അത് കഴിഞ്ഞ് പിന്നെയും 7-8 ദിവസമുണ്ടല്ലോ ആ ചെറുക്കൻ വരാൻ. അപ്പോഴേക്കും കരഞ്ഞായാലും കാല് പിടിച്ചായാലും പെണ്ണിനെ സമ്മതിപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ തന്റെ മോന്റെ കാര്യത്തിൽ. ഹാ, ആ ഒരു ഓർമ്മയിൽ പോലും അവരുടെ ഉള്ളം കത്തി. അവന്റെ ജീവിതത്തിന് ആപത്ത് വരുന്നതൊന്നും ചിന്തിക്കാൻ പോലും വയ്യ. നാശം പിടിച്ച തലതിരിഞ്ഞ ബുദ്ധിയൊന്നും കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു. അവളെ മനസ്സിൽ പിന്നെയും ചീത്ത പറഞ്ഞും അകത്തു നിന്നും അമ്മച്ചി ശാരദയെന്ന് നീട്ടി വിളിച്ചു. നാശം പിടിക്കാൻ കുഴിയിലോട്ട് കാലു നീട്ടിയാണ് ഇരിക്കുന്നത്. ഇതിനൊക്കെ അങ്ങ് ചത്തുകൂടെ? മനുഷ്യന്റെ നടുവും നട്ടിലും നശിപ്പിക്കാൻ വേണ്ടി ഓരോന്നിങ്ങനെ കിടന്നോളും. പ്രാഗിക്കൊണ്ടവര് നിന്നതും അടുത്ത വിളിയും പിന്നാലെ എത്തി. ഇവിടെ ഇരുന്നൊരൊക്കെ എന്തേ അച്ഛാ? കയ്യിലിരുന്ന ഫോൺ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ഹരിയുടെ കണ്ണുകൾ ചുറ്റുമൂടി. ഓ, അത് നിനക്ക് ഫോൺ വന്നപ്പോഴേ രണ്ടും കൂടി ചാടി. ചാടാനോ? എങ്ങോട്ട്? അവന്റെ മുഖം ഒന്ന് മാറി. ആ 2 വാനരന്മാർക്ക് ചാടിപ്പോകാനാണോ ഇവിടെ സ്ഥലമില്ലാത്തത്? തലയും കുടഞ്ഞ് അയാൾ എഴുന്നേറ്റു. പോകുന്ന കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചില്ലേ രണ്ടിനോടും എവിടെയാ പോകുന്നതെന്ന്? ഓ, ചോദിച്ചു. മറുപടിയും കിട്ടി. എന്ത്? നന്ന ബിസിനസ് എന്ന്. എന്താ? അച്ഛൻ പറഞ്ഞത് മനസ്സിലാവാതെ അവന്റെ മുഖം ചുരുങ്ങി. ഇത്തിരി മുന്നേ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആ കുഞ്ഞി പൂത്താങ്കിരി നിന്നോട് ചോദിച്ചില്ലേ എവിടെ പോവുകയാണെന്ന്? അപ്പൊ നീ എന്താ പറഞ്ഞത്? അത് ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന്. ആ, അവളും അത് തന്നെ എന്നോട് പറഞ്ഞത്. അത് കേട്ടതും ഹരി അയ്യടാന്നങ്ങ് ആയിപ്പോയി. അച്ഛന് മറ്റേ കഴുതിയോട് ചോദിച്ചുകൂടായിരുന്നോ? അകത്തെ മുറിയൊക്കെ തപ്പി ഇറങ്ങിയിട്ടും അവരവിടെ ഇല്ലാന്ന് കണ്ട് പുറത്തു വന്നവൻ ചോദിച്ചു. എന്റെ പൊന്ന് ഹരി, നിന്റെ മോളുടെ കൂടെ കൂടി അവൾക്ക് നല്ല വാലായിട്ടുണ്ട്. എനിക്ക് വയ്യ ഈ പ്രായത്തിൽ അടുത്തൊന്നും വാങ്ങിച്ചു കൂട്ടാൻ. അതുകൊണ്ട് നീ തന്നെ പോയി തിരഞ്ഞു കണ്ടുപിടിച്ചോ. ഇവിടെ ഇല്ലെങ്കിൽ അപ്പുറത്തെ ശ്രീധരന്റെ വീട്ടിൽ കാണും. ഓന്തോടിയാൽ വേലി വരെ എന്നല്ലേ? രണ്ടിന്റെയും വേലിയും മതിലും ഒക്കെ അവിടൊക്കെ തന്നെ ആണ്. അദ്ദേഹം പറഞ്ഞത് കേട്ടോണ്ട് തന്നെ തലയാട്ടി അവൻ പുറത്തേക്കിറങ്ങി. അവിടെ എത്തി അകത്തേക്ക് കയറുമ്പോൾ തന്നെ സീത ഉള്ളിലുണ്ടെന്ന് തല കാണിച്ചു. ഹാളിൽ കാണാതെ മുന്നോട്ട് നടക്കുമ്പോഴാണ് ടേബിളിന് മുകളിലും താഴെയായി ഇരിക്കുന്ന രണ്ടിനെയും കണ്ടത്. അടുത്തേക്ക് ചെല്ലാൻ പോയതും അവൻ പെട്ടെന്ന് നിന്നു. പിന്നെ രണ്ടും കൂടി എന്തുവാ ഇത്രയും കാര്യമായി പറയുന്നതെന്ന് ചെവി പട്ടം പിടിച്ചതും അവനൊന്ന് ഞെട്ടി. നിന്റെ അച്ഛനുണ്ടല്ലോ പൂവേ. ആ, ഒരു ദുഷ്ടനാ, അറിയോ? അറിയാം.
കേട്ടതും അവൻ അമ്പരന്നുകൊണ്ട് എത്തി നോക്കുമ്പോൾ പെണ്ണ് കാര്യമായി പടം വരച്ചുകൊണ്ടാണ് മറുപടി കൊടുക്കുന്നത്. എന്തറിയാ നിനക്ക്? പെൻഡിങ് നോട്ട്സ് മൊത്തവും കംപ്ലീറ്റ് ആക്കിയിട്ട് ഇന്ന് കിടന്നാൽ മതിയെന്ന് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ ഹരിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന മണിക്കുട്ടി പെട്ടെന്ന് മുന്നിലിരുന്ന് വരയ്ക്കുന്നവളോട് ചോദിച്ചു, നിന്റെ അച്ഛ ദുഷ്ടനാണെന്ന്. എടി എന്റെ അച്ഛനല്ല, നിന്റെ അച്ഛൻ. മണിക്കുട്ടി പെട്ടെന്ന് തിരുത്തി. ആ, നിന്റെ അച്ഛൻ. കുഞ്ഞി പിന്നെയും പറഞ്ഞത് മണിക്കുട്ടി ദേഷ്യത്തിൽ പല്ല് ഞെരിച്ചപ്പോൾ ഹരി അറിയാതെയാണെങ്കിലും ഉറക്കെ ചിരിച്ചു പോയിരുന്നു. നിന്റെ ഒരച്ഛൻ. പല്ലും കടിച്ചു പിടിച്ച് പറഞ്ഞുകൊണ്ട് അവൾ നോക്കുന്നത് മുന്നിൽ കൈയും കെട്ടി നിൽക്കുന്നതാണ്. അരി അരി വന്നോ? മുന്നിൽ നിൽക്കുന്നതിനെ കണ്ടതും കയ്യിലിരുന്ന ബുക്ക് ടേബിളിലേക്ക് ഇട്ടുകൊണ്ട് ഒരുത്തി ഇരു കൈയും നീട്ടി അവന്റെ കഴുത്തിൽ തൂങ്ങി. ഓ, വന്നു. അരി അരി ദുസ്തനാണോ? ആ വന്നൂന്ന് അല്പം കടിച്ചു പിടിച്ച് പറഞ്ഞ് മുന്നിൽ നിൽക്കുന്നവളെ നോക്കി പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് അവന്റെ മുഖം തന്റെ നേരെയാക്കി ചോദിച്ചത് ഇതാണ്. അതെ, ദുഷ്ടനാണ്, ഭീകരനാണ്, രാക്ഷസനുമാണ്. പല്ല് കടിച്ചുപിടിച്ച് മണിക്കുട്ടിയെ നോക്കി പറഞ്ഞു തുടങ്ങിയതും അവൾക്ക് മനസ്സിലായി താൻ പറഞ്ഞത് മുഴുവനും വള്ളി പുള്ളി വിസർഗം വിടാതെ അവൻ കേട്ടിട്ടുണ്ടെന്ന്. അപ്പോ കണ്ണു പറഞ്ഞത് ശരിയാ, അച്ഛാ ദുസ്തനാ. പെണ്ണ് ചിരിച്ചുകൊണ്ട് കൈ കൊട്ടിയതും തന്റെ നെഞ്ചിൽ അവസാനത്തെ ആണിയും കുത്തിയിറക്കിയിട്ട് സന്തോഷിക്കുന്നവളെ ദയനീയമായി കൺമണി ഒന്ന് നോക്കിപ്പോയി. തോളിൽ പൂവും പിന്നാലെ ബാഗും തൂക്കി ഇറങ്ങി വരുന്ന മണിക്കുട്ടിയെ കണ്ടതും സീത എല്ലാവരെയും ഒന്ന് നോക്കി. ഇവളെ വീട്ടിലിരുന്ന് പഠിക്കട്ടെ സീതമ്മേ, ഇവിടെ ഇരുന്ന് പഠിച്ചാൽ പഠിത്തം നടക്കത്തില്ല, വേറെ പലതുമാവും നടക്കുക. ഹരി പറഞ്ഞതും സീത തർക്കിക്കാൻ നിന്നില്ല. കാരണം കുറെ നേരമായിട്ട് അവരും കാണുന്നു പഠിത്തമല്ലാത്തതൊക്കെ അവിടെ നടക്കുന്നത്. ശരി മോനെ, തന്നെ അങ്ങോട്ട് വിടല്ലേ എന്ന് അപേക്ഷിച്ച മുഖത്തേക്ക് നോക്കി തന്നെയാണ് അവര് മറുപടി പറഞ്ഞത്. അതോടെ അവളുടെ മുഖം പിന്നെയും വീർത്തു. രണ്ടുപേരും അത് ശ്രദ്ധിക്കാൻ പോയില്ല. അതുകൊണ്ട് തന്നെ ഹരിയുടെ പിന്നാലെ അവൾക്ക് പോകേണ്ടി വന്നു. വീട്ടിലെത്തിയത് മാഷ് എന്തോ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഹരിയുടെ നോട്ടം കണ്ട് അത് പാതിയിൽ നിർത്തി അയാൾ അകത്തേക്ക് പോയി. ഇവിടെ ഇരുന്ന് പെൻഡിങ് ആയ നോട്ട്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നീ പോകാൻ. ഇത് നിറയുണ്ട്, 2 ദിവസമെങ്കിലും എന്തായാലും എടുക്കും. പിന്നെ ഞാൻ കുറച്ച് മാത്രമേ ഫോട്ടോസ്റ്റാറ്റും എടുത്തിട്ടുള്ളൂ. അത് കേട്ടതും അവന്റെ കണ്ണുകൾ പിന്നെയും ചുരുങ്ങി. അതെന്താ കുറച്ച്? മുഴുവനും എടുക്കാമായിരുന്നില്ലേ? അത് കേട്ടതും അവൾ പരിങ്ങി. അത് പിന്നെയുണ്ടല്ലോ, ഞാൻ ഒരാഴ്ച കൊണ്ട് ഇവിടുന്ന് കിട്ടുന്ന സമയത്തെല്ലാം നോട്ട് കംപ്ലീറ്റ് ചെയ്തോളാം. അടുത്തതെന്തോ അവൻ ചോദിക്കാൻ വന്നതും അടുക്കള ഭാഗത്തു നിന്ന് മാഷ് ചോദിക്കരുത് എന്ന് കൈ കാട്ടിയത് കണ്ടു. അത് കണ്ടതും അവളെ ഒന്ന് ദഹിപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ അടുക്കളയിലേക്ക് പോയി. അത് കണ്ടതും ശ്വാസം നേരെ വീണ പോലെ അവൾ ടേബിളിൽ ഇരുന്ന് എഴുതാൻ തുടങ്ങി. പച്ചണ്ട കണ്ണു, ദുസ്തം പോയി. അതുവരെ അവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ടുകൊണ്ടിരുന്ന കുഞ്ഞിപ്പെണ്ണ് അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞതും മണിക്കുട്ടി തലയിൽ കൈവച്ചു പോയി. എന്റെ പൊന്നു മോളെ, നീ എനിക്ക് വഴി കൂടെ പോകുന്ന തല്ലുവരെ വാങ്ങിത്തരുമോ? ഇനി ദൈവത്തെ ഓർത്ത് ആ ഒരു വാക്ക് പറയല്ലേ. നിന്റെ അച്ഛനുണ്ടല്ലോ, ദുഷ്ടനല്ല, ഒരു മാലാഖയാണ്, മാലാഖ. ഓക്കേ? കയ്യും കൂപ്പി നിന്ന് പറയുന്നവളെ കുഞ്ഞിപ്പെണ്ണ് പുരികം ചുരുക്കിയൊന്ന് നോക്കി. സത്യം, പൊന്നിന്റെ അച്ഛൻ ഒരു മാലാഖയാണ്, മനസ്സിലായോ? ചോദിച്ചതും കുഞ്ഞിപ്പെണ്ണ് അവളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് തല കുലുക്കി. ഭഗവാനെ, രക്ഷപ്പെട്ടു. അവൾ നെഞ്ചിൽ കൈവച്ച് ആശ്വാസം പോലെ കസേരയിലേക്കിരുന്നു. അപ്പോ പൊന്നു പറ, പൊന്നിനി അച്ഛനെ കണ്ട എന്താ പറയുക? സംശയം മാറാൻ വേണ്ടി ഒന്നുകൂടെ ഉറപ്പിക്കാൻ മണിക്കുട്ടി ആ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. അച്ഛ ദുസ്ത അല്ല, മാക്കാലയാണ്, മാക്കാല. അവൾ അത് പറയുന്ന കേട്ടതും തലയിൽ കൈവച്ച് മണിക്കുട്ടി ഇരുന്നു. ഇതേ സമയം അടുക്കളയിലേക്ക് കയറി ചെന്ന ഹരി അച്ഛനെ നോക്കി. എന്താ അച്ഛാ? അവള് നീ കൊടുത്ത കാശ് രാവിലെ തന്നെ എന്നെ ഏൽപ്പിച്ചാണ് ഹരി പോയത്. കോളേജിൽ പോകുന്ന നേരത്ത് അതുവരെയുള്ള എല്ലാ നോട്ട്സും ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വേണം പോകാൻ എന്നും പറഞ്ഞ് ഹരി ഒരു തുക മണിക്കുട്ടിയെ ഏൽപ്പിച്ചിരുന്നു. അത് തിരിച്ചു നൽകിയ കാര്യമാണ് മാഷ് പറയുന്നത്. അച്ഛനെ ഏൽപ്പിച്ചെന്നോ? അവളോട് ഞാൻ പറഞ്ഞതാണ്. പറഞ്ഞുകൊണ്ട് പല്ലും കടിച്ചു പിടിച്ച് അടുക്കളയിൽ നിന്നും ഇറങ്ങാൻ പോയ അവന്റെ കൈത്തണ്ടയിൽ മാഷ് പിടിച്ചു നിർത്തി. ഒന്നും പറയല്ലേ ഹരി, ഇത്തിരിയില്ലാത്ത പ്രായം മുതൽ തന്നെ ആരുടെ മുന്നിലും കൈ നീട്ടാതെ നല്ലോണം അധ്വാനിച്ച് അതിൽ നിന്ന് അന്നം കഴിച്ചു വളർന്ന കുട്ടിയാണ്. അവൾക്കിനി എന്തിന്റെ പേരിൽ നമ്മൾ 1 രൂപ കൊടുത്താലും അതെല്ലാം അവൾക്ക് അവളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പോലെ തോന്നിപ്പോകും. അതെന്തിനാ ഈ ആവശ്യമില്ലാത്ത ദുരഭിമാനം? അവളോട് കാശ് വാങ്ങാൻ ബുദ്ധിമുട്ട് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ, പഠിച്ചൊരു ജോലി കിട്ടിയിട്ട് കണക്കെഴുതി വെച്ച് ഈ കാശൊക്കെ തിരിച്ചു തന്നോന്ന്. എന്നിട്ടാണോ അവൾക്ക് ഈ അഹങ്കാരം?
ഹരിക്ക് ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. എടാ, അതൊക്കെ നിന്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ ശരിയാണ്. പക്ഷെ ചില ശരികൾ മറ്റു ചിലർക്ക് ശരിയായി വരണമെന്നില്ല മോനെ. അതുകൊണ്ട് ഇതിന്റെ പേരിൽ അവളോട് തല്ലുണ്ടാക്കാൻ പോകണ്ട. പഠിത്തക്കാര്യത്തിൽ അവൾ ഉഴപ്പില്ല. കിട്ടുന്ന സമയം കൊണ്ട് അവൾ കോളേജിൽ വെച്ച് തന്നെ പൂർത്തിയാക്കിക്കോളും നോട്ട്സ് എല്ലാം. ഇപ്പൊ പക്ഷെ നീ അവൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് മറ്റൊരു ഉപകാരമാണ്. അപ്പോൾ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാര് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഭാഗം കിട്ടുകയുള്ളൂ. നന്ദി.